നമസ്കാരം. സ്വാഗതം നിലപാടിലേക്ക്. 5 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് പിടിക്കപ്പെട്ട റാപ്പർ വേടനെ അതിഗുരുതര വകുപ്പുകൾ കണ്ടെത്തി അകത്തിടാൻ നോക്കിയ ഭരണകൂട സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ആരെയൊക്കെ ഇങ്ങനെ കുടുക്കി ഇല്ലാതാക്കാനാണ് അവർ പദ്ധതിയിടുന്നത്? ചെറിയ അളവിൽ കഞ്ചാവ് പിടിക്കുന്നത് വലിയ വലിയ കഥയാക്കുകയും എന്നാൽ വമ്പൻ സ്രാവുകളിലേക്ക് നീന്തി അടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ ട്രപ്പീസ് കളിയെയാണോ ലഹരിക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടമെന്ന് അവർ വിളിക്കുന്നത്? കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട ആളെ അതിനുതകുന്ന കേസെടുത്ത് ഒഴിവാക്കുന്നതിന് പകരം അയാളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കണം എന്ന മട്ടിലുള്ള വലിയ ആസൂത്രണത്തോടെ നീങ്ങുന്ന ഉദ്യോഗസ്ഥ സംവിധാനം ശരിക്കും ഒറ്റയ്ക്കാണോ പ്രവർത്തിക്കുന്നത്? അതോ അവരുടെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളും ആളുകളും പ്രവർത്തിക്കുന്നുണ്ടോ? വേടൻ എന്ന ഹിരൺദാസിനെ വേട്ടയാടി വീഴ്ത്താൻ വനം വകുപ്പ് കളിച്ച കളികൾ എന്തെല്ലാം ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പുലിവേട്ട കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും കർശന വ്യവസ്ഥകളോടെയാണ് നിയമം വേടനെ പുറത്തിറക്കി വിട്ടിരിക്കുന്നത്. അങ്ങനെയൊരു കുടുക്കിൽ വേടനെ കുരുക്കിയവർ ശരിക്കും ഭയക്കുന്നത് അയാൾ പാടുന്ന പാട്ടുകളെയും അതിനൊപ്പിച്ച് താളം ചവിട്ടുന്ന വലിയ ജനക്കൂട്ടത്തെയുമാണോ? അതോ ആ പാട്ടിനകത്ത് അയാൾ പറയുന്ന രാഷ്ട്രീയത്തെയോ? കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ ഭൂമികയിൽ പുതിയ തലമുറയുടെ രാഷ്ട്രീയ ശബ്ദമായി ഉയർന്നു വന്ന പേരാണ് വേടൻ എന്ന് പറയാം. അതൊരു പാട്ടുകാരൻ്റെ ശബ്ദം മാത്രമല്ല. റാപ്പർ എന്നതിനപ്പുറം അടിച്ചമർത്തപ്പെട്ടവരുടെ വേദനകളും പ്രതിരോധവും ശക്തമായ വരികളിലൂടെ ആവിഷ്കരിക്കുന്നു വേടൻ. ജാതി സമ്പ്രദായത്തിൻ്റെ തീക്കുണ്ടത്തിൽ എരിഞ്ഞു തീരുന്ന മനുഷ്യജീവിതങ്ങളെക്കുറിച്ച് നിർത്താതെ പാടുന്നു, പറയുന്നു അയാൾ. വലതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യൻ ബഹുസ്വരതയുടെ നെറുകിലുണ്ടാക്കുന്ന മുറിവുകളെക്കുറിച്ച് അയാൾ ആകുലപ്പെടുന്നു. കല എന്നത് കേവലാസ്വാദനം മാത്രമല്ലെന്നും അതിനകത്ത് തീക്ഷ്ണ രാഷ്ട്രീയത്തിൻ്റെ അടരുകളുണ്ടെന്നും പുതുയുവതയോട് പറയുന്നു വേടൻ. സ്വന്തം ജീവിതാനുഭവങ്ങളിലെ വേദനയും നേരിട്ട അനീതിയും വരികളിലൂടെ പ്രകാശിപ്പിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെയാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നത്. ആ വരവ് കേരളത്തിലെ ജാതി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു അടയാള മുദ്രയായി മാറുന്നു. ഹിപ്പ് ഹോപ്പിൻ്റെ ആഗോള സ്വാധീനവും കേരളത്തിൻ്റെ തനത് സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലവും ഭാഷയും സമന്വയിപ്പിച്ചാണ് വേടൻ തൻ്റെ ശൈലി രൂപപ്പെടുത്തിയത്. റാപ്പ് എന്ന കലാരൂപം പരമ്പരാഗതമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായാണ് ലോകമെമ്പാടും കേൾക്കപ്പെടുന്നത്. വേടൻ ഈ ആശയം കേരളത്തിൻ്റെ സന്ദർഭത്തിലേക്ക് പകർത്തുകയാണ്. അയാളുടെ ആദ്യ ഗാനങ്ങൾ നമ്മുടെ ഭാഷയുടെ ശക്തിയും അടിത്തട്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യവും പ്രതിഫലിപ്പിച്ചു. ജാതി, വർഗം, സാമൂഹ്യാനീതി തുടങ്ങിയ വിഷയങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്തു. അത് മർദ്ദിതരായ മനുഷ്യർക്ക് ഒരു പുതിയ മാധ്യമം തുറന്നു നൽകി എന്നു തന്നെ പറയാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവഗണിക്കപ്പെട്ട മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ ശബ്ദമായി അയാളുടെ പാട്ടുകൾ മാറി. നവോത്ഥാനത്തിൻ്റെ നാടായി കണക്കാക്കപ്പെടുന്നുവെങ്കിലും ജാതി വർഗ വിവേചനങ്ങൾ ഇന്നും സൂക്ഷ്മമായും പരസ്യമായും നിലനിൽക്കുന്ന കേരളത്തിൻ്റെ ഉള്ളടരുകളെ വേടൻ്റെ പാട്ടുകൾ തുറന്നു കാട്ടി. അവയെ ചോദ്യം ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. സാമൂഹ്യമായ ശൈഥില്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും അയാൾ തൻ്റെ വേദികളെ ഉപയോഗിച്ചു. രാസലഹരി ഉണ്ടാക്കുന്ന വിപത്തിൻ്റെ ആഴത്തെക്കുറിച്ച് തന്നെ കേൾക്കാൻ വന്ന യുവതയോട് നിർത്താതെ പറഞ്ഞു. അങ്ങനെയിരിക്കെ നിരോധിത ലഹരിയുടെ വ്യാപനത്തിനെതിരെ കർശന നടപടിയുമായി തെരുവിലിറങ്ങിയ ഭരണകൂട സംവിധാനം ചലച്ചിത്ര പ്രവർത്തകർക്ക് പിന്നാലെ വേടനെയും പിടികൂടുന്നു. സ്വന്തം ഫ്ളാറ്റിൽ നിന്ന് 9 പേർക്കൊപ്പം വേടനെ പിടികൂടുമ്പോൾ 5 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. നർക്കോട്ടിക് ഡ്രഗ്സ് ആക്ട് പ്രകാരം കേസെടുക്കുന്നു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള കുറ്റമേ ഉള്ളൂ. അങ്ങനെ പ്രതീക്ഷിക്കപ്പെട്ടുവെങ്കിലും സീൻ വളരെ പെട്ടെന്ന് മാറി. ബാക്കിയുള്ളവരെയെല്ലാം വിട്ട ഉദ്യോഗസ്ഥ സംഘം വേടനെ മാത്രം വിട്ടില്ല. കാരണം അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാലയാണ്. അതിൽ പുലിപ്പല്ലിൻ്റെ ആകൃതിയിലുള്ള ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. അത് പുലിപ്പല്ലാണ് എന്ന നിഗമനത്തിൽ വനം വകുപ്പിനെ വിളിച്ചു വരുത്തിയ എക്സൈസ് വേടനെ അവർക്ക് കൈമാറുന്നു. അതിവേഗത്തിൽ അത്യാവേശത്തിൽ കളത്തിലിറങ്ങുന്നു വനം വകുപ്പ്. കേസങ്ങ് വലുതാവുന്നു. പുലിവേട്ട അടക്കമുള്ള വകുപ്പുകളിലേക്ക് പോകുന്നു. വലിയ ചോദ്യം ചെയ്യലുകൾ, സംശയങ്ങൾ, ഊഹാപോഹങ്ങൾ. കോടതിയിൽ ഹാജരാക്കിയ വേടനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിടുന്നു. കാരണം പുലിപ്പല്ല് എവിടെ നിന്ന് കിട്ടി, ആര് കൊടുത്തു,
അതിലുള്ള വിദേശ ബന്ധം ഇവയെല്ലാം പരിശോധിക്കണം എന്നായിരുന്നു വനം വകുപ്പിൻ്റെ ആവശ്യം. ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന ആൾ എങ്ങനെ കിട്ടിയെന്നുള്ളൊരു പ്രൊവിഷൻ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ വേട്ടയിൽ ഇയാൾക്ക് ബന്ധമില്ലെങ്കിൽ ഇയാളെ വേട്ട എന്നുള്ള പ്രശ്നം ഒഴിവാക്കി രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ശരിക്കും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഇടയിൽ ആ സ്റ്റേജ് നിലവിൽ ഹണ്ടിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. തനിക്ക് ലോക്കറ്റ് തന്നത് വിദേശത്തു നിന്നുള്ള സുഹൃത്താണെന്ന് മൊഴി കിട്ടിയതോടെ കഥകൾ പല വഴിക്ക് വികസിപ്പിക്കാൻ വനം വകുപ്പുകാർക്ക് കഴിഞ്ഞു. മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും വൈരാഗ്യബുദ്ധിയോടെ എന്ന വണ്ണം ആക്ഷേപകരമായ തലക്കെട്ടുകളിലൂടെ വേടനെതിരെ നിറഞ്ഞാടി. അയാളുടെ പാട്ടും പാട്ടിലെ വരികളും പരിപാടികൾക്കിടെ പറഞ്ഞ വാചകങ്ങളും എല്ലാം എടുത്ത് സകലതിനെയും റദ്ദ് ചെയ്യാനുള്ള തിടുക്കമായിരുന്നു ആ മാധ്യമ സംഘത്തിന്. പണ്ടുയർന്ന മീട്ടു ആരോപണമടക്കം പഴയതും പുതിയതുമായതെല്ലാം വാർത്തയാക്കിയവർ. പിന്നാലെ സമീപ ദിവസങ്ങളിൽ വേടൻ്റെതായി ബുക്ക് ചെയ്തിരുന്ന പരിപാടികൾ പലതും റദ്ദാക്കപ്പെട്ടു. അനുകരിക്കാനോ പിന്തുടരാനോ കേട്ടിരിക്കാനോ പോലും പാടില്ലാത്ത ഒരു കളങ്കിത വ്യക്തിത്വമായി വേടനെ മുദ്രകുത്തി ഒതുക്കി എന്ന തൃപ്തിയിൽ വനം വകുപ്പിലെ ഇരപിടിയൻ ടീമും അവരുടെ മാധ്യമ പങ്കാളികളും ഇരിക്കവേ കേരളം പുതിയൊരു കാഹളം കേട്ടു. കഴുത്തിലെ മാലയുടെ പേരിൽ നിങ്ങൾ വേടനെ പൂട്ടുമെങ്കിൽ ആരെയൊക്കെ പൂട്ടുമെന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യർ ഉറക്കെ ചോദിച്ചു. വന്യജീവിയുടെ പല്ലും നഖവുമൊക്കെ കണ്ടെടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ എത്ര പേരെ ഇങ്ങനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടെന്ന ചോദ്യത്തിന് മുന്നിൽ വനം വകുപ്പിനും അവരുടെ രാഷ്ട്രീയ മേലാളന്മാർക്കും അവരുടെ മാധ്യമ പങ്കാളികൾക്കും ഉത്തരമുണ്ടായില്ല. ഞാൻ വ്യക്തിപരമായിട്ടൊരു അംബേദ്കറൈറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം. നമ്മൾ ഇതിൻ്റെ ഉത്ഭവത്തിലേക്ക് ഉറവിടത്തിലേക്ക് എത്തണം. മാഫിയ പുറകിലുള്ളത് ആരാണ്, അതിനെയൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇനി പുലിപ്പല്ലാണ് വിഷയമെങ്കിൽ അത് ധരിച്ചിരിക്കുന്ന പുങ്കവന്മാരിൽ ചിലരുടെ പട്ടിക സോഷ്യൽ മീഡിയ വെച്ചു നീട്ടിയതോടെ സർക്കാർ അക്ഷരാർത്ഥത്തിൽ നിന്നു വിറച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ കഴുത്തിലെ ആഢ്യമാലകളുടെ ഉറവിടം തേടണമെന്ന പരാതി DGP ഓഫീസിൽ കിട്ടിയതോടെ സർക്കാർ സംവിധാനത്തിൻ്റെ കസേര കിടുങ്ങി. ഒരു തെളിവുമില്ലാതെ ഒരാളെ ഗുരുതര വകുപ്പുകൾ ചുമത്തി അകത്തിടാൻ നിങ്ങൾക്കെന്ത് അധികാരമെന്ന് ചോദിച്ച് രംഗത്ത് വന്ന മനുഷ്യർ ദലിതനെ കിട്ടിയാൽ തീർത്തു കളയാമെന്നാണോ വ്യാമോഹമെന്ന് സർക്കാരിനോട് ഉറക്കെ ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കോടതിയിലെത്തിയപ്പോൾ എന്താണ് ഇയാൾക്കെതിരായ തെളിവെന്ന് ചോദിച്ച കോടതി വേടന് ജാമ്യം കൊടുത്തു. കാരണം തെളിവോ ആധികാരിക വിവരങ്ങളോ ഒന്നും ഹാജരാക്കാൻ വനം വകുപ്പിലെ പ്രമാണിമാർക്ക് കഴിഞ്ഞിരുന്നില്ല. പുറത്തിറങ്ങിയ വേടൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടതിലുള്ള പശ്ചാത്താപം പങ്കുവച്ചു. മോശം മനുഷ്യനാകാതിരിക്കാൻ ശ്രമിക്കുമെന്ന് തുറന്നു പറഞ്ഞു. ഇവൻ്റെ പുകവലി മദ്യപാനമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പോയിട്ട് വരാം. കഞ്ചാവ് കേസിലെ വേടൻ്റെ അറസ്റ്റും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും കേരളത്തോട് പറയുന്നത് എന്താണ്? ഞാൻ പാണനല്ല, പറയനല്ല, നീ തമ്പുരാനുമല്ല എന്ന് പാടുന്ന വേടൻ പറയുന്ന അടിസ്ഥാന ജാതി പ്രശ്നം ഇപ്പോഴും കേരളത്തിൻ്റെ മണ്ണിൽ കൊടി നാട്ടി നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇത് മനസ്സിലാക്കി തരുന്ന ഒന്നാമത്തെ സത്യം. 5 ഗ്രാം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്ന മറ്റൊരാൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ചില കാര്യങ്ങൾ വേടനു മാത്രം അനുഭവിക്കേണ്ടി വരുന്നു. എന്നുവെച്ചാൽ വിട്ടയക്കാനുള്ള കേസ് മാത്രമേ ഉള്ളൂവെന്ന് മനസ്സിലാക്കുമ്പോൾ അയാളെ അകത്തിടാൻ മറ്റെന്തെങ്കിലും ഒരു കനത്ത കുറ്റം തപ്പിപ്പിടിച്ച് കണ്ടെത്തുന്നു ഭരണകൂടത്തിലെ പ്രധാനികൾ. അവർക്ക് വലയിൽ വീണ കറുത്തവനെ വിട്ടയക്കാൻ മനസ്സു വരുന്നില്ല. സാധാരണ നിലയ്ക്ക് കഴുത്തിലെ പുലിപ്പല്ല് ഒരു അന്വേഷണ വിഷയമേ ആകേണ്ടതില്ല. ഇനി അത്രയ്ക്ക് ചുമതലാബോധമുണ്ടെങ്കിൽ ഒരു നോട്ടീസ് അയച്ച് വിശദീകരണം തേടാൻ മാത്രം ഗൗരവമുള്ളൊരു സംഗതിയിലാണ് അയാൾക്കെതിരെ പുലിവേട്ട കേസ് ചുമത്തി 7 വർഷം അകത്തിടാൻ നോക്കിയത്. 7 കൊല്ലം വരെ വേണമെങ്കിൽ തടവ് ശിക്ഷ വിധിക്കാവുന്ന വകുപ്പുകളാണുള്ളത്. അത് പ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അത് കോടതിയിൽ അദ്ദേഹത്തിന് എങ്ങനെ ആ കേസ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതിനും ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് ആ കേസ് കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ചിരിക്കും കോടതിയുടെ ജഡ്ജ്മെൻറ്റ്. ഈ സംഭവം ന്യായമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. വേടൻ്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത ശേഷം അപ്രതീക്ഷിതമായി പുലിപ്പല്ല് കേസ് ഉയർത്തിയത് അദ്ദേഹത്തെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. പുലിപ്പല്ല് യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാതെ വേടൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് നിയമപരമായി ന്യായീകരിക്കപ്പെടുമോ? സമൂഹത്തിൽ പ്രമുഖരായ മറ്റുള്ളവർക്ക് സമാനമായ വന്യജീവി നിയമലംഘന കേസുകളിൽ ലഭിക്കുന്ന വിടുതൽ അല്ലെങ്കിൽ ലഘൂകരണം വേടനു മാത്രം കിട്ടാത്തതിൻ്റെ കാരണം എന്താണ്? വേടൻ്റെ ജാതി, നിറം, അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലെ രാഷ്ട്രീയം, സാമൂഹ്യ വിമർശനങ്ങൾ എന്നിവ ഈ കേസിൽ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ?
വേടനെ കൊടുക്കാൻ ഉദ്യോഗസ്ഥർ കാണിച്ച അമിത താൽപ്പര്യം അയാളുടെ കലാപരമായ വളർച്ച തടയാനുള്ള മറ്റേതോ കേന്ദ്രങ്ങളുടെ ആലോചനയുടെ ഭാഗമായിരുന്നു. ഈ ചോദ്യത്തിനെല്ലാം കുറച്ചുകൂടി വ്യക്തതയുള്ള ഉത്തരം നാം ഇപ്പോൾ അർഹിക്കുന്നുണ്ട്. വേടനെ പിടികൂടി 4 ദിവസം കഴിഞ്ഞ് മാത്രമാണ് സർക്കാരിനെ നയിക്കുന്ന ഭരണകൂട പാർട്ടി അതിൽ ഗൗരവമുള്ള ഒരു നിലപാടും അഭിപ്രായവും പറയുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറിയും MP ജോൺ ബ്രിട്ടാസുമൊക്കെ വനം വകുപ്പിൻ്റെ അതിക്രിയയെ നിശിതമായി വിമർശിക്കുകയും വേടനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അത് എന്തിനാണവർ 4 ദിവസം കാത്തിരുന്നത്? അഭിപ്രായം പറയാൻ, നിലപാട് വ്യക്തമാക്കാൻ. ലഹരി കാര്യത്തിലുണ്ടാകുന്ന നടപടികൾ അത് പിന്നോക്കോ മുന്നോക്കോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നടപടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ തുടരുക തന്നെ ചെയ്യും. മറ്റേ പ്രശ്നം, മറ്റേ പുലിനഖം പോലുള്ള പ്രശ്നങ്ങൾ, അത് അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അത് സ്വാഭാവികമായിട്ടും അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുന്ന നിലയുണ്ടാകും. മാല കണ്ടതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച നിലപാടാണ് യഥാർത്ഥത്തിൽ വിമർശനാത്മകമായ രീതിയിൽ കണ്ടത്. അത് വിമർശിക്കേണ്ടത് തന്നെയാണ്. വനം വകുപ്പ് ചെയ്യുന്നത് പരിധിവിട്ട നടപടിയാണെങ്കിൽ അത് ആദ്യ മണിക്കൂറിൽ തടയാൻ ഈ സർക്കാരിന് കഴിയുമായിരുന്നല്ലോ. അങ്ങനെ ഏതെല്ലാം കേസുകളിൽ അതിവേഗത്തിൽ ഇടപെട്ട ചരിത്രം ഈ സർക്കാരിന് ഉണ്ട്. കായംകുളം MLAയും CPIM നേതാവുമായ U പ്രതിഭയുടെ മകനടക്കം പിടിക്കപ്പെട്ട കഞ്ചാവ് കേസിൽ പിന്നീട് നടന്നത് എന്തെല്ലാമാണ്? ഏതെല്ലാം വിധത്തിലുള്ള ഇടപെടലുകളാണെന്ന് നാം എല്ലാം കണ്ടതാണല്ലോ. അപ്പോൾ സർക്കാരിൻ്റെ ഈ മലക്കം മറിച്ചിലിന് പിന്നിൽ പല സംഗതികളും കാണാൻ കഴിയും. വേടനെ പിടികൂടുമ്പോൾ ജനങ്ങൾ അതിനെ എങ്ങനെ എടുക്കുമെന്ന് ഒരു ടെസ്റ്റ് റിസൾട്ടിന് കാത്തിരിക്കുകയായിരുന്നോ സർക്കാർ? ആദ്യ ദിവസങ്ങളിൽ വേടനെതിരെ ഉറഞ്ഞു തുള്ളിയ ചില മാധ്യമങ്ങളും വലതുപക്ഷ വർഗീയവാദികളും സവർണ വരേണ്യവാദികളും കേരളത്തിൻ്റെ പൊതുവികാരത്തിൻ്റെ ഭാഗമാണെന്ന് കരുതിയിരിക്കണം സർക്കാർ. അങ്ങനെയെങ്കിൽ അവരൊന്ന് സന്തോഷിച്ചോട്ടെ, അതിൻ്റെ ആനുകൂല്യം പലതരത്തിലെടുക്കാമല്ലോ എന്ന് കണക്ക് കൂട്ടിയിരിക്കണം സർക്കാർ. അതായിരുന്നു സർക്കാരിൻ്റെ മനസ്സിലെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ? മറ്റൊന്നുകൂടിയുണ്ട്. വേടനെതിരെ പുലിപ്പല്ല് കേസുണ്ടായതിന് പിന്നാലെ കർശന നടപടിയെടുത്തതിൻ്റെ കർത്തവ്യധീരതയാണ് വനം മന്ത്രി അടക്കമുള്ളവർ പങ്കുവച്ചത്. ഏത് വമ്പനായാലും കർശന നടപടിയെടുത്തു തന്നെ പോകുമെന്ന മട്ട്. അപ്പോഴാണ് അങ്ങനെയെങ്കിൽ ആരുടെയെല്ലാം കഴുത്തിൽ പുലിപ്പല്ലുണ്ട് എന്ന് ജനം ചോദിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിലുള്ള പുലിപ്പല്ലിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് DGPക്ക് ഒരു പരാതി അയക്കുന്നത്. ഇതോടെ സർക്കാരിൻ്റെ വനം മന്ത്രിയുടെ കാർക്കശ്യ സ്വരത്തിന് പൊടുന്നനെ ഇളവ് വരികയാണ്. വനം വകുപ്പ് അങ്ങനെ പരിധി കവിഞ്ഞു പെരുമാറാൻ പാടില്ല എന്ന നിലയ്ക്കായി പുതിയ പ്രതികരണം. കർത്തവ്യധീരതയുടെ പേരിൽ വമ്പന്മാരെ തൊടാൻ തനിക്കും തൻ്റെ വകുപ്പിനും പറ്റില്ലെന്ന തിരിച്ചറിവിലാണ് ഈ നിലപാട് മാറ്റം എന്ന് ജനത്തിന് മനസ്സിലാക്കിക്കൂടെ? അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മത വേണമായിരുന്നു. നിയമപ്രകാരം ചിലപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിരിക്കും. പക്ഷേ അത് നിയമപ്രകാരം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങി ചെയ്താൽ മതിയല്ലോ. മോഹൻലാലിനെതിരായ പഴയ ആനക്കൊമ്പ് കേസിലും ഈ മട്ടിലുള്ള ശ്രീലങ്കൻ കഥയും ജീപ്പിൽ കയറ്റിപ്പോകലും ഉണ്ടായില്ല എന്നത് കേരളം ഓർക്കുന്നുണ്ട്. മുൻപ് കൊടുങ്ങല്ലൂരിൽ തെരുവോരത്ത് കുടില് കെട്ടി താമസിക്കുന്ന ആദിവാസി യുവാവിൻ്റെ സഞ്ചിയിൽ നിന്ന് 2 കരയാമകളെ കിട്ടിയെന്ന കുറ്റത്തിന് അയാളെ 2 തവണ ജയിലിലടച്ച ഭരണകൂടമാണ് നമ്മുടേത്. പണിക്ക് പോയ പറമ്പിൽ നിന്ന് കിട്ടിയതാണെന്നും മക്കൾക്ക് കളിക്കാൻ സഞ്ചിയിലെടുത്തിട്ടതാണെന്നും മൊഴി കൊടുത്തിട്ടും വനം വകുപ്പ് ആ മനുഷ്യനോട് ദയ കാണിച്ചില്ല. അതിൻ്റെ തുടർച്ചയിലാണ് വേടൻ എന്ന കറുത്ത മനുഷ്യനെ പിടിച്ചകത്തിടാനുള്ള ഈ വെമ്പൽ. എന്നാൽ വൻകിട താരങ്ങളോട് അങ്ങനെ ഒരു നിലയെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയില്ല. കേവലം ഒരു സർക്കാരിനെ മാത്രമായി പഴി പറഞ്ഞാൽ തീരുന്നതല്ല വേടൻ വിഷയത്തിലെ പ്രശ്നം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ആഴത്തിൽ വേരിറങ്ങിക്കിടക്കുന്ന ജാതീയത എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ സംഭവം പറഞ്ഞു തരുന്നത്. ഏത് സർക്കാർ ഭരിച്ചാലും സിസ്റ്റം എന്നത് മേൽത്തട്ടുകാരന് വേണ്ടിയുള്ളതാണെന്നും അത് ദലിതരെയും പിന്നാക്കക്കാരനെയും വേട്ടയാടി പിടിക്കാൻ നിയമത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുമെന്നും നാം ഒരിക്കലൂടെ തിരിച്ചറിയുന്നു. ദലിതരുണ്ടാക്കുന്ന വലിയ സ്വീകാര്യതയും അവർ പറയുന്ന രാഷ്ട്രീയവും അവരുടെ പാട്ടുകൾ പോപ്പുലാരിറ്റി നേടുന്നതുമൊന്നും പിടിക്കാത്ത അപ്പർ ക്ലാസ് ഈഗോയാണ് ഇവിടെ പുളച്ചു പൊന്തുന്നത്. ഒരു കാര്യം പ്രതീക്ഷാ നിർഭരമാണ്. വേടനെപ്പോലെ ഒരാൾ പിടിക്കപ്പെട്ടപ്പോൾ അയാളെ വിധിക്ക് വിടാതെ രാഷ്ട്രീയ തീക്ഷ്ണതയുള്ള ചോദ്യങ്ങൾ ഉയർത്തി മലയാളി. കറുത്തവനായതുകൊണ്ട് എളുപ്പത്തിൽ ഉള്ളിൽ തള്ളാമെന്ന അതിമോഹം വേണ്ടെന്ന് സർക്കാരിനോട് ഉച്ചത്തിൽ പറഞ്ഞു കേരളം. അത് മാറുന്ന മലയാളത്തിൻ്റെ മനസ്സുകൂടിയാണ് വെളിവാക്കുന്നത്.
അങ്ങനെ നമ്മെ മാറ്റിയെടുക്കുന്നതിൽ വേടനും അയാളുടെ പാട്ടുകളും പങ്കുവഹിക്കുന്നു എന്നതും പറയാതിരിക്കുക വയ്യ. പക്ഷേ ഇതങ്ങോട്ടൊരു വലിയ കൊട്ടിഘോഷിച്ച് ആ ഒരു ചെറുപ്പക്കാരനെ ഇത് ചെയ്തു. അപ്പോൾ സമാനമായ കേസുകളിൽ അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നൊരു പൊതു ആക്ഷേപം വന്നിട്ടുണ്ട്. അത് ഗൗരവതരമായി പരിശോധിക്കണം. കഞ്ചാവ് കൈവശം വെച്ചതിനാണ് വേടനെ പിടികൂടിയത്. കഞ്ചാവ് ഉപയോഗവും വിപണനവുമെല്ലാം ഈ നാട്ടിൽ നിയമവിരുദ്ധമാണ്. ആ നിയമം ലംഘിക്കുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാവുകയും വേണം. കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ നീതീകരിക്കാൻ ആരെങ്കിലും ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ അതിനോട് യോജിക്കാനും കഴിയില്ല. കഞ്ചാവ് ഉപയോഗം ക്രിയേറ്റിവിറ്റി കൂട്ടുമെന്നും പലയിടത്തും അത് മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്നു എന്നുമൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ കാണുന്നുണ്ട്. നോക്കൂ, കഞ്ചാവ് എല്ലാ അർത്ഥത്തിലും ഒരു ലഹരി വസ്തുവാണ്. അത് നിരന്തരമായി ഉപയോഗിച്ച് ജീവിതം തന്നെ നശിച്ചു പോയ ഒട്ടനവധി മനുഷ്യരുള്ള നാടുകൂടിയാണ് നമ്മുടേത്. വലിയ ക്രിമിനൽ പ്രവൃത്തികളിലേക്ക് പോലും മനുഷ്യരെ തള്ളിവിട്ടതിൻ്റെയും നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിലും വർത്തമാനത്തിലും കാണാമെന്നിരിക്കെ കഞ്ചാവ് സുരക്ഷിതമായ പ്രകൃതി ലഹരിയാണെന്ന പൊതുവാദം ഉയർത്തുന്നവരെ നമുക്ക് കേൾക്കാതിരിക്കാം. ലഹരിക്കെതിരെ നിലപാടുണ്ടാകുമ്പോൾ മദ്യമടക്കം അപകടകാരികളായ സകല ലഹരിക്കുമെതിരെ ചിന്തിക്കുന്ന തലമുറയായി നമുക്ക് മാറാം. കഞ്ചാവ് ഉപയോഗം തെറ്റായിപ്പോയെന്നും തിരുത്താനും മാറാനും പരിശ്രമിക്കാമെന്നും പറയുന്ന വേടനിൽ മാതൃകയുണ്ട്. ലഹരിയുടെ ഇരയായ അയാൾക്ക് വേഗം അതിന് പുറത്തു വരാൻ കഴിയട്ടെ. ഇനിയും മനോഹരമായ രാഷ്ട്രീയ റാപ്പുകൾ പാടാനാവട്ടെ. കൂടുതൽ ഉച്ചത്തിൽ രാഷ്ട്രീയം പറയുന്ന വേടനെ ഇനിയും ഈ നാടിന് ആവശ്യം.